അമിത് റായ് സംവിധാനം ചെയ്ത നല്ല കിടിലൻ ഒരു പട്ടിപ്പടം 'ഓ മൈ ഡോഗ്' ഞാൻ കണ്ടു. ദാ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടത്തില് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാ ആ പട്ടിയാണ്. ആ പട്ടിയുടെ പേര് ബ്രൂണോ എന്നാണ് എനിക്ക് സെർച്ച് ചെയ്തപ്പോ കിട്ടിയത്. പട്ടി അന്യായ പെർഫോമൻസ് എടാ ഈ പട്ടികളെ വെച്ച് എങ്ങനാ ഇങ്ങനെയൊക്കെ അഭിനയിപ്പിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതൊരു പ്രത്യേക കഴിവ് കാണും കേട്ടോ. ഈ പട്ടികളെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാ. ഈ സിനിമയില് സത്യം പറഞ്ഞു കഴിഞ്ഞാ പാരലൽ ആയിട്ടുള്ള 2 സ്റ്റോറീസാണ്. ഒരിടത്ത് ഒരു പട്ടിയെ കാണാതെ പോകുന്നു. ഒരു പയ്യന്റെ പട്ടിയെ കാണാതെ പോകുന്നു. അവന്റെ പ്രിയപ്പെട്ട പെറ്റായിട്ടുള്ള ഒരു പട്ടിയെ കാണാതെ പോകുന്നു. ആ പട്ടിയെ കാണാതെ പോകുമ്പോ അവൻ അതിനെ അന്വേഷിച്ചിറങ്ങുന്നു. അതാണ് ഒരിടത്ത് കഥ. മറ്റേടത്ത് ഒരു പട്ടിയുടെ ഹ്യൂമനെ കാണാതെ പോകുന്നു. പട്ടിയുടെ എന്താ പറയാ ഗാർഡിയനെ കാണാതെ പോകുന്നു. ആ പയ്യനെ തപ്പി പോകുന്ന പട്ടിയുടെ കഥ. അങ്ങനെ പാരലൽ ആയിട്ടുള്ള കഥ. ഒരിടത്ത് പട്ടിയെ തപ്പി ആ പട്ടിയുടെ ഗാർഡിയൻ പോകുന്നു. ഒരിടത്ത് ഗാർഡിയനെ തപ്പി ആ പട്ടി പോകുന്നു. എടാ എന്തൊരു 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 മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? അത് 2 സ്റ്റോറി ടെല്ലിംഗ് സൈമൾട്ടേനിയസ്ലി പോകുന്ന ഒരു ആങ്കറിൽ നിന്ന് തുടങ്ങി 2 രീതിയിൽ പോയി. അതായത് 2 പാരലൽ ആയിട്ടുള്ള സ്റ്റോറി പോയി എൻഡ് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്കൊരു 2, 3 പടം എൻ്റെ മനസ്സിൽ കൂടെ ഓടിപ്പോയി. ഒന്ന് ഓക്ജ. ഈ ബോങ് ജൂൻ ഹോയുടെ ഓക്ജ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതായത് നമ്മുടെ പാരസൈറ്റ് ഒക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിക്കാരൻ്റെ ഓക്ജ എന്ന് പറഞ്ഞൊരു പടം. ഓക്ജയ്ക്കും ഇതുപോലൊരു തീമാണ്. നമ്മുടെ സ്വന്തം പെറ്റിനെ കാണാതെ പോകുന്നു. അതിന് വേറെ കുറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളത് കണ്ടു നോക്കുക. അങ്ങനെ ആ കാണാതെ പോകുന്ന പെറ്റിനെ തേടി ഒരു കൊച്ചുകുട്ടി യാത്രയാവുന്ന ഒരു കഥയാണ് നമ്മുടെ ബോങ് ജുൻ ഹോന്റെ പടം ഓക്ജ. പിന്നെ മനസ്സിൽ വന്നത് കിയാനു എന്ന് പറയുന്ന ഒരു പടമാണ്. അത് നമ്മുടെ മൈക്കിൾ കീഗനും ജോർഡൻ പീലും കൂടെ അഭിനയിച്ച ഒരു പടമാണ്. ഈ കിയാൻ പീൽ ഷോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലൊക്കെ ചില സ്കെച്ചസ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ്റെ ഇവരുടെ രണ്ടുപേരുടെയും. നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിളിൽ കിയാൻ പീൽ ഒന്ന് നോക്കിയാൽ കാണാം. ഈ കിയാൻ പീൽ ഡയറക്റ്റ് ചെയ്ത ആള് തന്നെയാണ്, ഈ ഷോ ഡയറക്റ്റ് ചെയ്യുന്ന ആള് തന്നെയാണ് കിയാനുവും എടുത്തത്. കിയാനു അതിനകത്തൊരു പൂച്ചയെ തേടി പോകുന്ന രണ്ടുപേരുടെ കഥയാണ്. അത് ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ ജോർഡൻ പീലിൻ്റെയൊക്കെ സ്ക്രീൻ പ്ലേ ആണ് ഈ സിനിമയിലുള്ളത്. പക്ഷേ എന്നിരുന്നാലും ജോർഡൻ പീൽ ഇപ്പോൾ ഗെറ്റ് ഔട്ട്, അസ്, നോപ്പ് എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലൊന്നും അല്ല ഈ സിനിമ. ഇത് പക്ക ഫണ്ണി ആയിട്ടുള്ളൊരു പടമാണ്. നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ എനിക്ക് മനസ്സിൽ വന്ന പടം ഗുഡ് ബോയ് എന്നാണ്. ഈ ഗുഡ് ബോയ് എന്ന് പറയുന്ന സിനിമയെ പറ്റി എനിക്ക് വേറെ എവിടെയും പറയാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാണ്. ആ സിനിമ എന്ന് പറയുന്നത് ടോട്ടലി ഒരു പട്ടിയുടെ പെർസ്പെക്റ്റീവിലാട്ടോ കഥ പോകുന്നത്. അതിനകത്ത് ഹ്യൂമൻസിന്റെ ഫേസ് എവിടെയും കാണിക്കുന്നില്ല. ഇടയ്ക്ക് മാത്രം ചെറിയ അവിടെ ഇവിടെയൊക്കെ ഫേസ് കാണിക്കുന്നുണ്ട്. ഈ പാരനോർമൽ സാധനങ്ങളൊക്കെ ഈ പട്ടി കാണുന്നത് പോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് കാണിക്കുമ്പോഴൊക്കെ മാത്രം ചില ഫേസ് കാണിക്കുന്നതല്ലാതെ ഹ്യൂമൻസിന്റെ ഫേസ് ഒന്നും എവിടെയും കാണിക്കുന്നില്ല. ഈ ഗുഡ് ബോയ് എന്ന് പറയുന്ന പടത്തിനകത്ത് സെൻട്രൽ കഥാപാത്രം പട്ടിയെ വെച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിക്കയിടത്ത് ക്രിട്ടിക്സ് പറയുന്നത് ആ പടത്തിന് അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല എന്നൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ അറ്റംപ്റ്റ്, ആ തോട്ട്, ആ ഒരു ഒരു എഫേർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പട്ടിയുടെ ഈ ഗുഡ് ബോയ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആ പട്ടിയുടെ വളർച്ചയും പട്ടിയെ കുട്ടിക്കാലത്ത് നിന്ന് കാണിക്കുന്നതും ആ പട്ടി സ്വന്തം എന്താ പറയുക ഗാർഡിയന് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളും അതിൻ്റെ ക്ലൈമാക്സിലുള്ള ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു 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 എൻഡിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ആ ഒരു ആ ഒരു ആ ഒരു തീം, ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഗുഡ് ബോയ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. ഞാൻ ഇവിടെ ഇന്ത്യയിൽ അതിൻ്റെ റിലീസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞാൻ എവിടെയും കണ്ടില്ല. കൊച്ചിയിൽ എവിടെയും അതിൻ്റെ റിലീസ് ഞാൻ കണ്ടില്ല. അങ്ങനെ പിന്നെ ഓൺലൈനിൽ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. നിങ്ങൾ കണ്ടു നോക്കുക ഗുഡ് ബോയ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറച്ച് ഡാർക്കാണ്. ഒരു ഫണ്ണി ആയിട്ടുള്ള, നോട്ട് സോ ഫണ്ണി ആയിട്ടുള്ള സാധനമൊന്നും അല്ല. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്കുക. ഗുഡ് ബോയ് ഇഷ്ടപ്പെടും. അപ്പോൾ പെറ്റ്സിനെ, നായ്ക്കളെ, പട്ടികളെയൊക്കെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് എടുത്തിട്ടുള്ള പടമാണ് ഈ സിനിമ. അമിത് റായ്ക്ക് ബിഗ് ക്ലാപ്പ്. ഈ അമിത് റായ്ക്ക്, ഈ സിനിമയുടെ ഓ മൈ ഗോഡിന്റെ ഡയറക്ടർ അമിത് റായ്ക്ക് ഈ സിനിമയുടെ തോട്ട് കിട്ടിയത് അയാളുടെ പട്ടി ഓസ്കറിനെ കണ്ടപ്പോഴെന്നാണ് പറയുന്നത്. ഈ സിനിമയിലെ ബ്രൂണോ എന്ന് പറയുന്ന പട്ടി അഭിനയിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഓസ്കർ എന്നാണ്. അതൊരു നല്ലൊരു ഫാക്റ്റ് ആയിരുന്നു. ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. ആള് ഹിന്ദുവിനോ ഇന്ത്യൻ എക്സ്പ്രസിനോ എവിടെ കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് ആൾ അത് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ്. നമ്മളിങ്ങനെ ത്രില്ലടിപ്പിച്ച് ഈ സിനിമ ഇരുത്തി കാണിപ്പിച്ച് കളയും. അതിനകത്ത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടിയെ, നമ്മുടെ ബ്രൂണോ എന്ന് പറയുന്ന ഈ പട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ പരിപാടികൾ, അതിൻ്റെ ഗാർഡിയനെ തേടി പോകുമ്പോഴുള്ള ആ പട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പട്ടിയെ കൊണ്ട് എങ്ങനെ അത് ചെയ്യിപ്പിച്ചു എന്നായിപ്പോയി. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ ഇനി അടുത്ത ഇനി എന്താവും, ഇനി ഇതിൻ്റെ എൻഡിങ് എന്താവും, ഇവർ കണ്ടുപിടിക്കുമോ, ആ ക്ലൈമാക്സിലൊക്കെ കൊണ്ടുപോയി എത്തിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് ബിറ്റ് ലോങ്ങറാണ്. കുറച്ച് നേരം ഇങ്ങനെ ഈ വലിച്ചു നീട്ടിയ പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അത് കുഴപ്പമില്ല. പടം ഇങ്ങനെ ഒരു പെറ്റ് മൂവി, ഇങ്ങനെ ഡോഗ് മൂവീസൊക്കെ ഇഷ്ടമുള്ളവർക്ക്
കണ്ടോണ്ടിരിക്കാൻ പറ്റും. സൂപ്പറാണ്. പിന്നെ ഇതിന്റെ വേൾഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്കാ. പിന്നെ ഇതിനകത്ത് ഈ മ്യൂസിക് ഉണ്ടേ. സിനിമയുടെ തുടക്കം മുതലേ ഉള്ളൊരു മ്യൂസിക് ഉണ്ട്. അതിങ്ങനെ നമ്മളെ ആ ഒരു ഫീലിലോട്ട് കൊണ്ടുവരും. അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റാണ്ടായിപ്പോയി. എൻ്റെ ഇമോഷണൽ ബാരിയർ അങ്ങ് പൊട്ടിപ്പോയി. അമ്മാതിരി രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോഗ് ലവേഴ്സ് ആണ്. അത്രയ്ക്കും നിങ്ങൾക്ക് പട്ടികളോടും പെറ്റ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സിനിമ എന്തായാലും പോയി കാണുക. നിങ്ങൾക്ക് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ തരുന്നത്. അപ്പം അത്രേ ഉള്ളൂ. പോയി കണ്ടു നോക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഞാൻ ലാസ്റ്റ് കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി. പിന്നെ പടത്തിന് കുറേ ഫ്ലോസ് ഉണ്ട്. ഞാൻ പക്ഷേ ഫ്ലോസ് അധികം നോക്കിയില്ല. ഞാൻ ഈ പടത്തിന് അവിടെ ഇവിടെയൊക്കെ ചെറിയ എന്താ പറയുക കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണോ എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. പക്ഷെ ഞാൻ ആ മിസ്റ്റേക്കിലൊന്നും ഫോക്കസ്ഡ് ആയിരുന്നില്ല. ഞാൻ ഈ പടത്തിനകത്ത് സ്റ്റോറിയും ആ പടത്തിനകത്ത് ആ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യവും ആ പാരലൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങും അതിനെ എഡിറ്റ് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ നോക്കി ആ പടത്തിന്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഞാൻ അങ്ങ് മുഴുകിപ്പോയി. നിങ്ങളെല്ലാവരും പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.